ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിന്റെ വാർത്തയാണല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയകളിലൊക്കെ കാണുന്നുണ്ട് യുദ്ധം എല്ലാത്തിനും പരിഹാരമാണെന്ന്. അപ്പോൾ ചേട്ടന്റെ അഭിപ്രായം എന്താണ്? സത്യത്തിൽ ഇന്ത്യൻ പാകിസ്ഥാനും യുദ്ധത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ പോയിട്ടില്ല. കാരണം സാഹചര്യം നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യം. കാരണം പാകിസ്ഥാനിലെ ഭീകരവാദികൾ ഇന്ത്യയിലെ പഹൽഗാമിൽ വന്ന് നിരപരാധികളായ ആളുകളെ വെടിവെച്ച് കൊന്നു എന്നുള്ളതാണ് വിഷയം. അതിനെ ചൊല്ലിയാണ് ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം ആഗ്രഹിക്കുന്നില്ല ഒരിക്കലും. പക്ഷേ ഭീകരവാദികൾ എന്ന് പറഞ്ഞ പാകിസ്ഥാൻ സൈനികമായി വളർത്തിക്കൊണ്ടുവരുന്ന ആളുകളാണ് അവർ, ഭീകരവാദികൾ. അപ്പോൾ അവർ ഇന്ത്യയിൽ വന്ന് 10-26 ആളെ വെടിവെച്ച് മതം പറഞ്ഞ് വെടിവെച്ച് കൊന്നൊരു സംഭവത്തിൽ ഇന്ത്യ തിരിച്ചടിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്താ പറയുക, ആത്മാഭിമാനത്തിന് വരുന്നൊരു ക്ഷതം വളരെ വലുതാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ത്യയിൽ പാകിസ്ഥാനാണെങ്കിലും ഭീകരവാദികളാണെങ്കിലും കടന്നു കയറി ആക്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് തിരിച്ചടി കിട്ടും എന്നൊരു സന്ദേശം രാജ്യം കൊടുത്തു എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിൻ്റെ പിന്നിൽ എന്താ പറയുക, നമ്മൾ ഇന്ത്യ ഒരിക്കലും യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിർബന്ധമായിട്ട് നിവൃത്തികേടുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്ന രാജ്യമല്ല. നമ്മളെ ഇത്രയും കാലത്ത് ഇന്ത്യയുടെ ചരിത്രം നോക്കിയാൽ ഒരിക്കലും ഇന്ത്യ അങ്ങോട്ട് ആക്രമിച്ചിട്ടുള്ള ചരിത്രമല്ല. ഇന്ത്യനെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കുന്ന ഒരു രാജ്യമാണെന്ന് ഇപ്പോഴും ഇന്ത്യ ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അവസ്ഥ. പിന്നെ യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന തരത്തിൽ സംസാരിക്കുന്ന ആളോട് നമുക്ക് ഒരു ചോദ്യമാണ് തിരിച്ച് പറയാനുള്ളത്. കാരണം നമ്മുടെ നാട്ടിൽ വന്യ മൃഗങ്ങൾ നാട്ടിൽ വന്ന് പലരെയും ആക്രമിക്കാറുണ്ട്. തെരുവ് നായ്ക്കൾ ജനങ്ങളെ കടിച്ച് കീറുന്നുണ്ട്. ആന, പുലി, എന്താ പറയുക, കടുവ, അതുപോലെ തന്നെ പന്നി ഒക്കെ വന്നിട്ട് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവരെ ഒന്നും നമ്മൾ വെടിവെച്ച് കൊല്ലുന്നില്ല. കാരണം സ്വാഭാവികമായിട്ട് മനുഷ്യാവകാശ പ്രവർത്തകർ പലരും പലതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പരമാവധി ആ മൃഗങ്ങളെ കൊല്ലാനൊന്നും ശ്രമിക്കാറില്ല. പക്ഷേ ഈ തെരുവ് നായിക്ക് പകരം ഒരു പേപ്പെട്ടിയാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കാരണം ഒരു പേപ്പെട്ടി നമ്മളെ ആക്രമിക്കാൻ വരികയാണ്, നമ്മുടെ നാട്ടിൽ ഇറങ്ങി വന്ന് നമ്മൾ എന്ത് ചെയ്യും? ആ പിടിച്ച നായയെ എല്ലാവരും കൂടി തല്ലിക്കൊല്ലുന്നു, ആക്രമിച്ച് തല്ലിക്കൊല്ലുന്നു. അതിൽ വല്ല സംശയമുണ്ടോ? ഉറപ്പല്ല അത്. എന്ന് പറഞ്ഞ പോലെ ഈ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ പിടിച്ച രാജ്യം പേപ്പട്ടിയെ പോലെയുള്ള രാജ്യമാണെന്ന് അവർ. പേപ്പട്ടിയെ പോലെ ഉള്ള ആളുകളെ, ഭീകരവാദികളെ ഇന്ത്യയിലേക്ക് കടത്തിവിടണം. അത്തരം പേപ്പട്ടികളെ തല്ലിക്കൊല്ലണം. ഇതല്ലാണ്ട് വേറെ വഴിയിലാണ്. കാരണം പേപ്പട്ടികളെ ന്യായീകരിക്കുന്നവർ ചെയ്യേണ്ട കാര്യം കഴിഞ്ഞാൽ ആ പേപ്പട്ടികൾ അവരുടെ വീട്ടിൽ കൊണ്ട് വളർത്തണം. ഇത്തരം പേപ്പട്ടികളെ ന്യായീകരിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരുടെ വീട്ടിൽ ഈ പേപ്പട്ടികളെ കൊണ്ട് വളർത്താൻ തയ്യാറാവണം. അത് നാട്ടിലേക്ക് അഴിച്ചുവിടാൻ പാടില്ല ഇത്തരം പേപ്പട്ടികളെ. ഇതാണ് നമുക്ക് ഇതിനെ പറ്റി പറയാം. നമ്മൾ ഇന്ത്യ ഒരിക്കലും യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഒരു ജീവികളെയും ആക്രമിക്കാൻ തയ്യാറില്ല. പക്ഷെ പിടിച്ച നായയെ നമ്മൾ തല്ലിക്കൊല്ലും, വെടിവെച്ച് കൊല്ലും. ഇതാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിലുള്ള അഭിപ്രായം. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ചോദിച്ചു പറയാം. എന്താണ് അഭിപ്രായം? ഇനി എന്തെങ്കിലും ചോദിക്കാനുണ്ടോ അതിനെ പറ്റി?